ആത്മാവ് കാണണമെങ്കിൽ നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകൂ എന്ന് നമ്മെ ആഹ്വാനം ചെയ്ത ആ മഹാൻ കണ്ട സ്വപ്നം എന്തായിരുന്നു? ആ മഹാൻ കണ്ട സ്വപ്നം എന്നൊന്ന് പറഞ്ഞേ. ഇളം കള്ള് നല്ല രീതിയിൽ കൊടുത്താൽ അത് ഏറ്റവും പോഷക സമൃദ്ധമായ ഒന്നായിരിക്കും. അതെ, നമ്മുടെ നാടൻ കള്ള് കൊടുക്കുക, ചെത്തിക്കഴിഞ്ഞ ഉടനെയുള്ള കള്ള്, ഇതിനാണ് കേരളം ഇപ്പോൾ ഊന്നൽ നൽകുന്നത്. ദിവസേന പെട്രോളിന്റെ വില കുതിച്ചു വരികയാണ്. അവശ്യ സാധനങ്ങളുടെ വില കാരണം സാധാരണ ജനങ്ങൾ പൊറുതിമുട്ടുന്നു. പിന്നെ ലോഡ് ഷെഡിംഗ്. ഇതിനിടയിൽ ഇളം കള്ള് എന്ത് പ്രസക്തിയാണുള്ളത്? നമ്മുടെ നാടിന്റെ മാറ്റത്തിന് ഉതകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത് കലക്കി. ഓരോ നാടിനും ആ നാടിൻ്റെതായ സ്വന്തം ചില മദ്യങ്ങളുണ്ട്. பாசன் நேசன் கொடுத்து ஊரறியாம உலகறியாம அன்புக்கு பின்பே அன்பு படாம கண்டம் துண்டமா வெட்டி കളത്തിനെ പോട്ട് മാറ്റിണ്ടാക്കും. ഇത് 2 ഗ്ലാസ് അച്ചാറും കൂടെ അതിൽപ്പെട്ടതാണ് നമ്മുടെ ഇവിടുത്തെ കള്ള്. അത് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് നാം പരിശോധിക്കേണ്ട കാര്യമാണ്. ഉദാഹരണത്തിന് ശുദ്ധമായ റം പാൽപായസത്തിൽ പോലും മിക്സ് ചെയ്യാം. ഞാൻ ദുബായിൽ പോയിരുന്നു. ദുബായിൽ പോയപ്പോൾ ഒരു കള്ള് ഷാപ്പ്, ആ കള്ള് ഷാപ്പിൽ പോയി ഞാൻ കള്ള് കുടിച്ചു. കള്ള് കണ്ടു, ഞാൻ കുടിച്ചു അയാൾ പറഞ്ഞില്ല, കള്ള് കണ്ടു. നീ ഒന്നും പണയണ്ട. അത് തന്നെ അവര് കാനഡയിലേക്ക് അടക്കം അയക്കുന്നുണ്ട്, മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. നമുക്കെന്തുകൊണ്ട് അത് ചിന്തിച്ചുകൂടാ? അതെ, അത് ഒരു യഥാർത്ഥ ഇന്ത്യൻ പൗരന്റെ ചുമതലയാണ്. പുറമേക്കുള്ള ഗൗരവൊന്നും കണക്കിലെടുക്കണ്ട. ഇത്തരത്തിൽ നാടാകെ വികസന രീതിയിലേക്ക് പോവുക എന്നുള്ളതാണ് നാം ഉദ്ദേശിക്കുന്നത്. എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. അതിന്റെ ഭാഗമായി നാടാകെ സന്തുഷ്ടമാകണം. അച്ഛനടിച്ച ബ്രാൻഡ് ഏതാന്നായിരിക്കും കൃഷ്ണനുണ്ണി ഇപ്പൊ ആലോചിക്കുന്നത്. അച്ഛൻ നല്ല ഫിറ്റാ. എല്ലാവരും സന്തുഷ്ടരാവണം. അതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്ന കാര്യം. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. പലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പോ കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടി.